പരിമല സെമിനാരി അസിസ്റ്റൻ്റ് മാനേജർ അച്ഛൻ, അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, ദൈവതിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശു ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച നമ്മൾ ഉച്ചത്തിൽ പ്രഘോഷിച്ചു. ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച്, യാതനകൾ സഹിച്ച്, ഈ ലോകത്തിൽ അപ്പമായി നുറുക്കപ്പെട്ട് നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുമ്പോൾ അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന പുതിയ പ്രതീക്ഷയിലേക്ക്, പുതിയ പ്രത്യാശയിലേക്ക് നാം പങ്കുചേരുകയാണ്. എന്തിന് ഇതൊക്കെ സ്വീകരിച്ചു എന്നുള്ളതായ ഒരു ചോദ്യം നമ്മുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അവൻ നമുക്ക് സമാധാനം നൽകുവാനും സന്തോഷം നൽകുവാനും പുതുജീവൻ നൽകുവാനും അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നുള്ള ഒരു ഉത്തരം. വാതിൽ അടച്ചിരിക്കെ അവരുടെ മധ്യേ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ ക്രിസ്തു തുറന്നു. കഴിഞ്ഞ ഞായറാഴ്ച, പുതു ഞായറാഴ്ച, മർത്തോമാ ശ്ലീഹായ്ക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട്, നീ അടുത്തു വന്ന് എൻ്റെ വിലാപുറങ്ങൾ സ്പർശിക്കുക, ആണിപ്പഴുതുകൾ കാണുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് വിശ്വാസത്തിലേക്ക് മർത്തോമാ ശ്ലീഹായെ ഉറപ്പിക്കുമ്പോൾ മർത്തോമാ ശ്ലീഹ പ്രതിവചിച്ച വാക്യം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. നാമം പ്രതിവചിക്കുവാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ ദൈവവും നമ്മുടെ കർത്താവും എന്നുള്ള വലിയ വിശ്വാസത്തിലേക്കാണ്. ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴും അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ്. അവൻ നമുക്ക് സമാധാനം തരുന്നവനാണെന്നുള്ള പ്രതീക്ഷയാണ്. വാതിലടച്ചിരിക്കെ നമ്മുടെ മധ്യേ നിന്ന് നമുക്ക് സമാധാനം നൽകുവാൻ കഴിവുള്ളവൻ എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. അവൻ കരുണാമയനായി സ്നേഹമയനായി ഇതൊക്കെ സ്വീകരിച്ചത് നമ്മെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ ആകുലതകളും ദുഃഖങ്ങളും എല്ലാം നീക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഒരു ആശ്രമത്തിലേക്ക് അന്തേവാസിയായിട്ട് കടന്നു വരുവാനായിട്ട് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഈ ആശ്രമത്തിലെ അധിപനോട് എനിക്കും ഈ ആശ്രമത്തിൽ ചേരണം എന്ന് പറയുന്ന ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ചിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആശ്രമത്തിൻ്റെ അധിപൻ അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്തൊക്കെ അറിയാം? അവൻ പറയുന്നു, എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല, ആശ്രമത്തിൽ ചേരാനുള്ള കഴിവുകളൊന്നുമില്ല. ഞാൻ ആകെ പരിശീലിച്ചത് ആയുധകല മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, അത് മതി, നിൻ്റെ ആയുധകല ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യരെയൊക്കെ വിളിച്ച് അവരിൽ ആയുധകലയിൽ പ്രാവീണ്യം നേടിയവരോട് പറഞ്ഞു, ഈ ആളുമായി, ഈ വന്ന വ്യക്തിയുമായി ആയുധ കലയിലുള്ള പ്രാവീണ്യം പരിശോധിക്കണം. അതിൽ ആരെങ്കിലും, നിങ്ങളിൽ ഒരാൾ പരാജയപ്പെട്ടാൽ, നിങ്ങളിൽ അങ്ങനെയുള്ള ആരെങ്കിലും പരാജയപ്പെട്ടാൽ നിങ്ങളെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കും, പകരം ഈ ആളെ ഇവിടുത്തെ അംഗമാക്കും എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അങ്ങനെ ഈ വന്ന വ്യക്തിയും ശിഷ്യനുമായി ആയുധ കലയിൽ അതിൻ്റെ പരിശോധനകൾ നിർവഹിക്കപ്പെടുകയാണ്. ഈ നിർവഹിക്കപ്പെടുന്ന സമയം ഈ വന്ന വ്യക്തി നന്നായി ആയുധകല പരിശീലനം നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അഭ്യാസവും പുറത്തെടുത്തു. അപ്പോൾ ഈ ശിഷ്യൻ തോൽക്കുമെന്ന ഘട്ടത്തിലെത്തി. ആശ്രമത്തിലെ താമസിക്കുന്ന
ശിഷ്യൻ തോൽക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ആ ശിഷ്യൻ വളരെ ദയനീയമായി ഈ വന്ന മനുഷ്യനെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ അഭ്യാസങ്ങളൊക്കെ തുടരുകയാണ്. വീണ്ടും ഒരു കരച്ചിലിൻ്റെ വക്കിൽ ഈ ശിഷ്യനാകുന്നുണ്ട്. പക്ഷേ ഈ അഭ്യാസം തുടരുകയാണ്. ഇത് കണ്ടിട്ട് വന്ന വ്യക്തിയുടെ മനസ്സലിഞ്ഞ് അവിടെ തോറ്റുകൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഈ ആശ്രമത്തിലേക്ക് ചേരുവാൻ വന്ന വ്യക്തി ആയുധകലയിൽ നന്നായി പരിശീലനം ലഭിച്ച ആളാണ്. ആശ്രമത്തിലെ ശിഷ്യൻ തോൽക്കുമെന്ന ഘട്ടത്തിൽ ഈ വന്ന വ്യക്തി തോറ്റുകൊടുത്ത് ആ ശിഷ്യനെ ആശ്രമത്തിൽ തന്നെ നിലനിർത്തുന്ന ഒരു അനുഭവമുണ്ട്. ഈ തോറ്റ അനുഭവത്തിൽ ഗുരു ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗുരു ഈ വന്ന വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിതെല്ലാം കണ്ടു, നീ ആയിരുന്നു ജയിക്കേണ്ടതെന്നും എനിക്കറിയാം. പക്ഷേ നിന്നിൽ ഈ ആശ്രമത്തിൽ ചേരാനുള്ളൊരു കഴിവ് ഞാൻ കാണുന്നു. അത് മറ്റൊന്നുമല്ല, നീ കരുണാമയനായി എൻ്റെ ശിഷ്യനോട് ഇടപെട്ടതായ അനുഭവമാണ്. എൻ്റെ ശിഷ്യനോട് നീ കരുണാമയനായി ഇടപെട്ട് തോറ്റുകൊടുത്തത് കൊണ്ടാണ് എൻ്റെ ശിഷ്യൻ ഇവിടെ നിൽക്കുന്നതും നീ ചിലപ്പോൾ പുറത്തു പോകേണ്ടതായിട്ട് വരുന്നതും. പക്ഷേ അങ്ങനെയല്ല, കരുണയെന്ന ഭാവം നിന്നിലുള്ളത് കൊണ്ട് നിന്നെ ഞാൻ ഈ ആശ്രമത്തിൽ ചേർക്കാം എന്ന് പറഞ്ഞ് അവിടെ ആ വന്ന വ്യക്തിയെ സ്വീകരിക്കുന്ന ഒരു ചിത്രമുണ്ട്. യഥാർത്ഥത്തിൽ നസ്രാനായ ക്രിസ്തു നമുക്ക് വേണ്ടി തോറ്റുകൊടുക്കുകയായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ, നമ്മളെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തിരിച്ചെടുക്കുവാൻ, 100 ആടുള്ള മനുഷ്യൻ 99 വിട്ടിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് തിരഞ്ഞെടുത്തതുപോലെ, ആടിനെ നേടിയെടുത്തതുപോലെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് മിണ്ടാതെ ഇരുന്ന്, ഒന്നും പറയാതെ പീലാത്തോസിൻ്റെ മുമ്പിലും ന്യായാധിപന്മാരുടെ മുമ്പിലും നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി നമ്മളെ വീണ്ടെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി ക്രിസ്തു ഇതെല്ലാം സഹിച്ചുവെങ്കിൽ നമുക്ക് ഉച്ചത്തിൽ ഘോഷിക്കുവാൻ സാധിക്കണം, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നും അവൻ സത്യമായും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ് എന്ന്. അത് നെഞ്ചോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പുറത്തു വരുമ്പോൾ ക്രിസ്തു നമ്മുടെ കൂടെ ആയിത്തീരുകയാണ്. ആയതുകൊണ്ട് ഈ നോമ്പിൻ്റെ അവസ്ഥകളിലൊക്കെ നമുക്കറിയാം, ആത്മീകമായ ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വിളക്ക് നന്നായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ എണ്ണ ഒഴിച്ച് ഈ തിരി നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിലവിളക്കിലെ തിരി ശക്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരല്പം അഹങ്കാരം തോന്നിയിട്ട് അത് പറഞ്ഞു, ഞാൻ സൂര്യനേക്കാളും വളരെ ശോഭയോടെയാണ് കത്തുക, സൂര്യനേക്കാളും പ്രകാശം കൊടുക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് ആ വിളക്ക് അഹങ്കാരം പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു കാറ്റ് വന്നു, ഈ വിളക്ക് കെടുത്തിക്കളഞ്ഞു. ഈ വിളക്ക് കെട്ടപ്പോൾ അവിടെ വീണ്ടും അന്ധകാരം വ്യാപിക്കുക. അപ്പോൾ ഈ വീട്ടുടമസ്ഥൻ വന്ന് വിളക്കിനോട് പറയുന്നൊരു വാക്യമുണ്ട്, അഹങ്കാരം വേണ്ട, അഹങ്കാരം ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയും, അന്ധകാരമയമാക്കും എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കും ഈ നോമ്പിൽ ആത്മീകമായ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നമ്മൾ അറിയാതെ നമുക്ക് സാംശീകരിച്ചിട്ടുണ്ട്. പിശാചിനെ എത്രയോ ദൂരം നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. എത്രയോ പാട്ടുകൾ നമ്മൾ പാടി ആരാധനയുടെ ആ സൗന്ദര്യത്തിലേക്ക് നമ്മൾ ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ ആത്മീകമായി നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠനെന്ന് ചിന്തിച്ച് വീണ്ടും ഈ ലോകത്തിൻ്റെ ഭാവങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വിളക്ക് കെട്ടതുപോലെ നമ്മുടെ ജീവിതവും പലപ്പോഴും കെട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വിളക്ക് കെടാതിരിക്കണമെങ്കിൽ അതിനു ചുറ്റും ഒരു ആവരണം സൃഷ്ടിക്കുന്നത് പോലെ, ഒരു മെഴുകുതിരി സ്റ്റാൻഡിൽ നമ്മൾ ഒരു ഗ്ലാസ് കൊണ്ടൊരു ആവരണം സൃഷ്ടിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു ആത്മീകമായ ആവരണം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ശക്തമായി നിലനിർത്തുവാൻ തക്കവണ്ണം ആ പ്രാർത്ഥനകളും ആരാധനയും തുടർന്നു പോകേണ്ടത്
നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ്. ആയതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. നമുക്ക് ലഭിച്ച ആത്മീക അംശങ്ങളെ കുറച്ചുകൂടെ ശക്തമാക്കുവാൻ വേണ്ടി ഇന്നത്തെ ധ്യാനവും പ്രാർത്ഥനകളും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ശക്തനായൊരു പ്രവാചകനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ കർമ്മേലിലെ ബലി മൂലം ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം നിഷ്കരണം നശിപ്പിച്ച് യഹോവ സത്യദൈവമെന്ന് ലോകത്തിന് സാക്ഷീകരിച്ച ശക്തനായ പ്രവാചകൻ. അതിൻ്റെ ശിഷ്യനായി എലീശാ പ്രവാചകനെ കണ്ടെത്തുന്ന ചിത്രം 1 രാജാക്കന്മാർ 19-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എലീശാ പ്രവാചകനെ കണ്ടെത്തുന്നുണ്ട്. ഈ എലീശാ പ്രവാചകന് തൻ്റെ പുതപ്പ് നൽകി, അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഘട്ടത്തിൽ ഏലിയാവിനെ കണ്ട് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച് എലീശാ തൻ്റെ യാത്രകൾ, ദൈവഹിതത്തിനനുസരിച്ചുള്ള യാത്രകൾ തുടരുകയാണ്. ആ യാത്രക്കിടയിലുണ്ടായ ഒരു സംഭവത്തിലെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറയുന്ന വാക്യം. ഇത് അരാം രാജാവും ഇസ്രായേൽ രാജാവും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഒരു കഥയാണ്. ഈ യുദ്ധങ്ങളിൽ അരാം രാജാവ് പലപ്പോഴും തൻ്റെ സൈന്യത്തെ ഇസ്രായേൽ രാജാവിനെതിരായിട്ട് പ്രയോഗിക്കുമ്പോൾ അവിടെ പലപ്പോഴും ഇന്ന സ്ഥലത്ത് യുദ്ധമിറങ്ങണം എന്ന് അരാം രാജാവ് തീരുമാനിച്ച് അവിടേക്ക് ശക്തമായ സൈന്യങ്ങളെ അയക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് അവിടെ നിന്ന് മാറിപ്പോവുകയും തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്യുന്ന ചിത്രം പല പ്രാവശ്യവും ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടിട്ട് അരാം രാജാവിൻ്റെ കൂടെയുള്ളവർ പറയുന്നു, നമ്മുടെ കൂടെയുള്ളവർ ആരോ നമ്മളെ വഞ്ചിക്കുന്നു, നമ്മളെ ഒറ്റുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ രാജാവ് അവിടെ നിന്ന് മാറിക്കളയുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആരാണ് നമ്മളെ ഒറ്റുന്നത് എന്ന് ഒരു അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണത്തിൽ അരാം രാജാവിൻ്റെ കൂടെയുള്ളവർ പറയുന്നു, അങ്ങനെയല്ല രാജാവേ കാര്യം, അവിടെ ഒരു പ്രവാചകനുണ്ട്. ഈ പ്രവാചകനാണ് ഇസ്രായേൽ രാജാവിനോട് പറയുന്നത്, ഇന്ന സ്ഥലത്ത് പോകരുത്, അവിടെ നഷ്ടങ്ങളുണ്ടാകും, ജീവൻ അപകടത്തിലാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അങ്ങനെ എലീശാ പ്രവാചകനെ പിന്തുടരുന്ന അരാം രാജാവിൻ്റെ സൈന്യം, ബാല്യക്കാരൻ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കതക് തുറന്നപ്പോൾ തൻ്റെ വീടിന് ചുറ്റും ഒരു വലിയ സൈന്യം നിൽക്കുകയാണ്. വലിയ രഥങ്ങളും കുതിരകളുമായി അരാം രാജാവിൻ്റെ സൈന്യം ഇസ്രായേൽ രാജാവിനെ കൊല്ലുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട സൈന്യം എലീശാ പ്രവാചകനെ കൊല്ലുവാനായിട്ട് ആ ഭവനത്തിന് ചുറ്റും വന്ന് നിൽക്കുകയാണ്. കതക് തുറന്ന ബാല്യക്കാരൻ കണ്ടത് ഈ വലിയ സൈന്യത്തെയാണ്. അപ്പോൾ ഈ ബാല്യക്കാരൻ നിലവിളിക്കുകയാണ്, യജമാനനെ, നമ്മൾ എന്താണ് ചെയ്യുക? അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് നിലവിളിക്കുന്നൊരു ശബ്ദമുണ്ട്. ഇതിൻ്റെ മറുപടിയാണ് നാം വായിച്ച വാക്യം.
അതിനവൻ പേടിക്കേണ്ട, നമ്മുടെ കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമ്മളെ നശിപ്പിക്കാൻ വന്ന ഈ ജനത്തേക്കാൾ വലിയൊരു ജനം, വലിയൊരു സൈന്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ശക്തമായ വാക്കുകളാണ് എലിശ പ്രവാചകനിൽ നിന്ന് ഉണ്ടാവുക. അതിനുശേഷം എലിശ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ബാല്യക്കാരൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറയുമ്പോൾ അവൻ്റെ ആന്തരിക കണ്ണുകളെ തുറന്നു. എലിശയുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് ഈ ബാല്യക്കാരൻ കണ്ട് അത്ഭുതപ്പെടുകയാണ്. തുടർന്ന് എലിശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ജനത്തെ അന്ധത പിടിപ്പിച്ച് അവിടെ നിന്ന് ശമരിയ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവരുടെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും, കണ്ണു തുറന്ന് തങ്ങൾ രാജാവിൻ്റെ അടുക്കലായിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്നതുമായ ഒരു ചിത്രമാണ് ഈ 8-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇസ്രായേൽ രാജാവ് പറയുന്നുണ്ട്, ഞാൻ ഈ അരാം രാജാവിൻ്റെ സൈന്യത്തെ വെട്ടിക്കളയട്ടെ എന്ന് പറയുമ്പോൾ എലിശ പ്രവാചകൻ പറയുന്നു, നമ്മൾ വെട്ടിക്കളയരുത്, അവരെ സ്നേഹിക്കണം, അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവരെ യാത്ര അയക്കണം എന്ന് പറഞ്ഞ് വലിയൊരു വിരുന്നൊരുക്കി ഈ അരാമ്യ പടക്കൂട്ടങ്ങളെ തിരിച്ചയക്കുന്നതായിട്ടും പിന്നെ അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല എന്ന് പറയുന്നതുമായ ഒരു ചിത്രമാണ് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എലിശ പ്രവാചകൻ്റെ ചുറ്റും അഗ്നിമയമായ സൈന്യങ്ങളെ നിർത്തിയതാരാണ്? ദൈവമാണ്. ദൈവം വലിയൊരു സൈന്യത്തെ ഈ പ്രവാചകൻ്റെ ചുറ്റും നിർത്തി പ്രവാചകനെ സംരക്ഷിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുക. ആയതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മൾ കഴിയുമ്പോഴും തുടർന്നുള്ള നാളുകളിലും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു ആത്മീകമായ ഒരു കവചം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു സൈന്യം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇയ്യോബിൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിക്കുന്ന ദൈവദൂതന്മാരുടെ സംഘത്തെക്കുറിച്ച് സാത്താൻ പരാതി പറയുന്നത് നമുക്കറിയാം. നീ അവൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ, അല്ലെങ്കിൽ അവനെയും തൊട്ടാൽ അവൻ നിന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ് ഇയ്യോബിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ചിത്രമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഈ ഒരു ശക്തമായ ആവരണം അതുണ്ട്. അത് പരിശുദ്ധ മാമോദീസായിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെയൊക്കെ നാം പ്രാപിച്ചതാണ്. പക്ഷെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതും അതിനെ വീണ്ടും വീണ്ടും പ്യൂരിഫൈ ചെയ്യേണ്ടതും വിശുദ്ധീകരിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആയതുകൊണ്ട് ഈ ധ്യാനത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ചുറ്റും ദൈവത്തിൻ്റെ സൈന്യം കാവൽ നിൽക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ 1-2 ആശയങ്ങൾ പങ്കുവച്ച് ഞാനത് അവസാനിപ്പിക്കും. ഒന്ന്, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ആത്മീകമായി ഞാനും നിങ്ങളുമൊക്കെ നേടിയെടുത്തതായ നന്മയുടെ അംശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും ഒരു തീക്കനലെടുത്ത് വെച്ചാൽ അത് ചാരം മൂടുന്നത് പോലെ പലപ്പോഴും അതിനെ ചാരം മൂടുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ പൊടി തട്ടിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. ഈ ദേവാലയത്തിൻ്റെ പലയിടങ്ങളിലും അത് എഴുതി വച്ചിട്ടുണ്ടാവാം. നമ്മുടെ ദേവാലയങ്ങളിലും പലപ്പോഴും അത് എഴുതി വച്ചിട്ടുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. മോശയോട് ദൈവം ഇത് പറയുമ്പോൾ
ഒരു പുറപ്പാടിൻ്റെ വലിയ ദൗത്യം മോശയെ ഏൽപ്പിക്കുകയാണ്. മോശ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന് മരുഭൂമിക്ക് അപ്പുറത്തുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താ കാണുക? മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷേ അത് വെന്തുപോകുന്നില്ല. മരുഭൂമിയിൽ പലപ്പോഴും തീയുണ്ടാവുക സ്വാഭാവികമാണ്. അഗ്നി പലതിനെയും ദഹിപ്പിച്ചു കളയുക സ്വാഭാവികമാണ്. അതൊരു സാധാരണ കാഴ്ചയാണ്. അതല്പം കഴിയുമ്പോൾ അത് ശാന്തമായിക്കൊള്ളും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ മുൾപ്പടർപ്പ് പച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. അഗ്നി അതിന് ചുറ്റും കത്തുന്നുണ്ടെങ്കിലും അത് വെന്തു പോകുന്നില്ല. ഈ കാഴ്ച എന്താണെന്ന് കാണാൻ മോശ അടുത്ത് ചെന്നപ്പോൾ അവിടെ ശബ്ദമുണ്ടായി, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. വിശുദ്ധിയുടെ ഭാവത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും ഈ ശബ്ദം നമ്മളെയും പിന്തുടരാറുണ്ട്. നമ്മുടെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ച് മാറ്റിവെക്കാറുണ്ട്. പക്ഷേ മോശയോട് പറയുന്ന ചെരുപ്പിൻ്റെ അർത്ഥം കുറച്ചുകൂടെ അഗാധത്തിലുള്ളതാണെന്ന് നമുക്ക് ബോധ്യമാകും. മോശ ജനിച്ചതും ജീവിച്ചതുമൊക്കെ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെതായ സുഖസൗകര്യങ്ങളിലൊക്കെ ജീവിച്ച മോശ ആ ഒരു അനുഭവങ്ങളാണ് ജീവിതത്തിൽ ചേർത്ത് വെച്ചിരിക്കുക. അവിടെ നിന്ന് ലഭിച്ച തിന്മയുടെ ഒത്തിരി ഭാവങ്ങളുണ്ട്, അശുദ്ധിയുടെ പല ഭാവങ്ങളുമുണ്ട്, പല അനുഭവങ്ങളുമുണ്ട്, സ്വഭാവങ്ങളുമുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കുവാൻ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, സഹോദരന്മാരെ അന്വേഷിച്ചുള്ള യാത്രയിൽ ഒരു മിസ്രൈമിൻ ഇസ്രായേലിനുമായിട്ട് വഴക്കുണ്ടാകുന്നത് കണ്ടിട്ട് മിസ്രൈമിനെ അടിച്ചു കൊല്ലുന്ന ചിത്രം നമ്മോട് സുവിശേഷിക്കുന്നുണ്ട്. പിന്നീടുള്ള യാത്രകളിലും മോശയുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള കറകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, ദൈവസന്നിധിയിലാണ്, അവിടെ കയറി വരുവാൻ മോശയോട് ദൈവം ഓർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും നാം ചിന്തിക്കുമ്പോൾ നമ്മുടേതായ ദേഷ്യവും കോപവും അസൂയയും ഉൾപ്പെടെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിശുദ്ധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവം നമ്മോടും ആവശ്യപ്പെടുക. ആയതുകൊണ്ട് തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൈന്യം കാവൽ നിൽക്കുക, ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാവുക. അതുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും പരിശുദ്ധനായ പരമത്തിരുമേനയുടെ പ്രാർത്ഥനയുടെ അനുഭവമുള്ള ഇടം, ധ്യാനത്തിൻ്റെ മൗനത്തിൻ്റെ നിമിഷങ്ങൾ, പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തിയ നിമിഷങ്ങൾ, എത്രയോ നന്മകളും അനുഭവങ്ങളും വിശുദ്ധിയുമുള്ള ഇടത്തേക്ക് ഞാനും നിങ്ങളുമൊക്കെ കയറി വരുമ്പോൾ ചെരുപ്പുകൾ അഴിച്ചു വയ്ക്കുക എന്ന് പറയുന്നതിനപ്പുറമായി നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ഭാവങ്ങളെ മാറ്റിവെക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈ ധ്യാനം നമുക്ക് തരുന്നതും മോശയോട് പറയുന്ന ആ വാക്കുകൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറവുകളെ മാറ്റി നിർത്തുവാൻ, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. അടിമയ്ക്ക് ചെരുപ്പില്ല, ഉടമയ്ക്ക് മാത്രമേ ചെരുപ്പുള്ളൂ എന്നുള്ളതാണ് പഴയ പ്രമാണം. അങ്ങനെയെങ്കിൽ മോശയ്ക്ക് ചെരുപ്പ് ലഭിച്ചതും ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്നാകാം. അങ്ങനെയെങ്കിൽ ആ ചെരുപ്പുകളെ അഴിച്ചു വയ്ക്കുമ്പോൾ തിന്മയുടെ ഭാവങ്ങളെ കൂടെ മാറ്റിവെച്ച് നിന്റെ ജനതയെ രക്ഷപ്പെടുത്തണം എന്ന് ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള കുറവുകളും തെറ്റുകളുമൊക്കെ വന്നു ചേരുക. ഞാൻ പറഞ്ഞു വന്നതും ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ലഭിച്ച വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്കിനിയും എത്രയോ നടക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിന്മയുടേതായ ഭാവങ്ങൾ കയറുമ്പോൾ അതിനെ മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ഗ്രാമത്തിൽ ജീവിച്ചതായ ഒരു മനുഷ്യൻ, അദ്ദേഹം യാത്ര ചെയ്ത് ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ താമസിക്കുന്നിടത്തൊക്കെ മോശമായ ആളുകളാണ്, നന്നായി ജീവിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്,
ഞാൻ എത്ര ശ്രമിച്ചാലും പലപ്പോഴും സാധിക്കുന്നില്ല. എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ നല്ലവരുമുണ്ട്, എന്നാൽ കൂടുതലും തിന്മയുടെ ഭാവങ്ങളിലാണ് ജീവിച്ചു വരിക. അതുകൊണ്ട് എനിക്ക് അവിടെ ജീവിക്കുന്നുണ്ടാ, എനിക്ക് ഇവിടെ ഈ ഗുരുവിനോടൊത്ത് എനിക്ക് താമസിച്ചാൽ മതി. ഗുരു അവനെ തൻ്റെ മുറിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി അകത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അപ്പുറത്തെ ജനൽ കൂടി നോക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അകലെ നിന്ന് ഒരു വള്ളം നദിയിൽ കൂടെ ശാന്തമായിട്ട് വരുന്നുണ്ട്. അതിൽ ആ വള്ളം തുഴഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനുമുണ്ട്. അദ്ദേഹം തുഴഞ്ഞുകൊണ്ടിങ്ങനെ വരുമ്പോൾ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടുന്നുണ്ട്. ഈ ആടുന്ന കൂട്ടത്തിൽ കുറേശ്ശെ വെള്ളം അതിനുള്ളിലേക്ക് പ്രവേശിക്കും. അത് ഇയാളെ കോരിക്കോരി വെളിയിലേക്ക് കളയുകയാണ്. വെളിയിലേക്ക് കളഞ്ഞുകൊണ്ട് വീണ്ടും തുഴഞ്ഞ് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ വള്ളം കൊണ്ടുവരികയാണ്. ഗുരു അവനോട് പറഞ്ഞു, നീ ആ മനുഷ്യനെ കണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടു. അദ്ദേഹം എന്താ ചെയ്യുക? ഈ വള്ളത്തിലുള്ള വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോരിക്കളയും. കാര്യം, വെള്ളം കൂടിയാൽ വള്ളം മുങ്ങിപ്പോകും, അത് നദിയുടെ ആഴങ്ങളിലേക്ക് താണുപോകും എന്നുള്ളതാണ്. ആയതുകൊണ്ട് നിന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നീ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണിത്. പലപ്പോഴും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ തിന്മയുടെ ഭാവങ്ങൾ ഉണ്ടാകാം. നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ അശുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെതുമായ മദ്യപാനത്തിൻ്റെയും മറ്റ് തിന്മയുടേതായൊക്കെയുള്ള ഭാവങ്ങളുണ്ടാകാം. പക്ഷെ അതൊരിക്കലും നിന്റെ വള്ളത്തിൽ കയറാനായിട്ട് പാടില്ല. ഈ യാത്രക്കിടയിൽ നിന്റെ അനുഭവങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. പക്ഷെ എപ്പോഴുണ്ടായാലും അതിനെയൊക്കെ നീ കോരി നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു കളയുവാനായിട്ട് സാധിക്കുന്ന ഇടത്താണ് നിനക്ക് സ്വർഗീയമായ കനാനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിന്റെ ഗ്രാമത്തിലുള്ള ആളുകളെയെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് നിനക്ക് അവിടെ താമസിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെയും നീ വരുമ്പോൾ ഇവിടെയും ചിലപ്പോൾ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടേക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ അത് പറ്റാതെ സൂക്ഷിക്കുവാൻ നിനക്ക് സാധിക്കണം. അതിന് സർവശക്തനായ ദൈവത്തെ മാതൃകയാക്കി, നല്ല ഗുരു എന്ന നിലയിൽ നിന്റെ ദൈവത്തെ മാതൃകയാക്കി നിനക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. വഴി കൃത്യമാകുന്ന യാത്രയാണ് സ്വർഗീയ യാത്ര എന്ന് ഈ ഗുരു അവനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെയും തിന്മകൾ മാറ്റുമ്പോൾ, തിന്മകളോട് വിട പറയുമ്പോൾ തീരം പ്രത്യക്ഷമാകും എന്നുള്ളതാണ്. പലപ്പോഴും തെറ്റുകളുടെയും കുറവുകളുടെയും അശുദ്ധിയുടെയും ഒക്കെ കൂമ്പാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തീരത്തേക്ക് അടുക്കുവാനായിട്ട് സാധിക്കയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തിന്മകളെ മാറ്റുമ്പോൾ തീരം പ്രത്യക്ഷമാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വള്ളത്തിലും തിന്മയുടേതായ ഭാവങ്ങൾ കയറാതെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല കുമ്പസാരങ്ങളിലൂടെ, കൂദാശാനുഭവങ്ങളിലൂടെ, കൃപാനുഭവങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ തിന്മയുടെ ഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കോരിക്കളയുന്ന അനുഭവമാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ലഭിച്ച വിശുദ്ധി അത് തുടർന്നും സൂക്ഷിക്കുവാൻ, ഏതെങ്കിലും തിന്മയുടേതായ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ചുറ്റും എലിശ പ്രവാചകൻ്റെ ജീവിതത്തിന് ചുറ്റും വേലി കെട്ടിയതുപോലെ, വലിയൊരു സൈന്യം കാവൽ നിന്നതുപോലെ ദൈവത്തിൻ്റെ സൈന്യം നമ്മുടെ ജീവിതത്തിലും കാവൽ നിൽക്കും. ഒന്നും നമ്മുടെ കഴിവോ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. ദൈവം തരുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് പുതിയ നിയമത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവം തന്ന ദാനമാണെന്നും അത് ഭംഗിയായി
മുന്നോട്ട് നിർവഹിക്കപ്പെടണമെന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാകണം. പാട്ടുകാരൻ പാടിയതുപോലെ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി നടത്തണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ആയതുകൊണ്ട് ദൈവം നമ്മെ നടത്തിയതല്ലാതെ, ദൈവം നമ്മെ നിർത്തിയതല്ലാതെ ഒന്നും ഇല്ല ജീവിതത്തിൽ എന്നുള്ളതാണ്. ആയതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാനും ഓർക്കുവാനും ആ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഇടയാകും. നമ്മളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും കുറവുകളും കുറ്റങ്ങളുമൊക്കെ പറ്റുന്നവരാണ്. അതിനെ വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ, ആ കറകളെയൊക്കെ മായ്ക്കപ്പെടുവാൻ നമുക്കും ഇടയാകണം. ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല, നമ്മളെ ചേർത്ത് നിർത്തുന്നവനാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവനെ വീണ്ടെടുക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57 58 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57 58 വാക്യങ്ങൾ. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, കുറവുകളും കുറ്റങ്ങളും ഒക്കെ നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തവനാണ്. നമ്മൾ വിളിച്ചപേക്ഷിച്ച നാളിൽ ഭയപ്പെടേണ്ട എന്ന് നമ്മോട് പറഞ്ഞവനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും പേടിച്ച ശിഷ്യന്മാരോട് പറഞ്ഞത്, ഭയപ്പാടോടെ ഇരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രകളിലും അവൻ നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തി നമ്മെ വീണ്ടെടുക്കുന്നവനാണ്. ആയതിനാൽ നമുക്കും തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് വളരുവാനും നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 45 വാക്യങ്ങളിലൊക്കെ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായ സംസാരിക്കുക. നല്ല ഫലത്തെ, നല്ല വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാമും തലമുറകൾക്ക് നൽകുവാനുള്ളത് നല്ല ഫലങ്ങളാണ്, നല്ല മാതൃകകളാണ്, നല്ല ചിന്തകളാണ്, നല്ല അനുഭവങ്ങളാണ്. ആത്മാവിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 23 വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 23 വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം,
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ നവഫലങ്ങളെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം ഇതൊക്കെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബാബേൽ കോട്ടയുടെ അനുഭവങ്ങളായി പലപ്പോഴും നമ്മുടെ ഭവനങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കേണ്ട ഇടമാണ്. ഭൂമിയിലെ പറുദീസയായി ദൈവം ഭവനങ്ങളെ രൂപകൽപ്പന ചെയ്തപ്പോൾ, കുടുംബങ്ങളെ സ്ഥാപിച്ചപ്പോൾ പലപ്പോഴും പഴയ ബാബേൽ കോട്ടയുടെ ചിത്രം നമ്മുടെ മുമ്പാകെയുണ്ട്. സ്വർഗത്തോളം എത്തുവാൻ അവർ ഒരുമിച്ച് കൂടി ആലോചന കഴിച്ച് വലിയൊരു കോട്ടമണത്. കോട്ട കാണുവാൻ ദൈവം ഇറങ്ങിച്ചെന്നു. അഹങ്കാരത്തിൻ്റെ മൂർത്തീഭാവങ്ങളിൽ, അതോടൊപ്പം തന്നെ മറ്റുള്ളതായ തങ്ങളുടേതായ മാത്രം അഹന്തയിൽ ആശ്രയിച്ച ജനതയോട് തൃത്വം പറഞ്ഞു, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് ഓർമ്മപ്പെടുന്നുണ്ട്. അങ്ങനെ ബാബേൽ കോട്ടയിൽ ഭാഷകൾ ചിന്നിച്ചിതറിപ്പോയത് നമ്മൾ കാണും. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായി. പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മളിത് നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ ചേർത്തിട്ടുണ്ട്. അന്ന് ബാബേൽ കോട്ടയിൽ ഭാഷകൾ ചിതറിപ്പോയി എങ്കിൽ പെന്തിക്കോസ്തി പെരുന്നാളിൽ ഭാഷകൾ ചിതറിക്കുകയല്ല, ഭാഷകൾ ഒന്നിപ്പിക്കുകയായിരുന്നു. അതായത് പഴയ ചരിത്രത്തിൽ, പഴയ നിയമചരിത്രത്തിൽ ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാകാതെ അവർ ബാബേൽ കോട്ടയുടെ പണി അവിടെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിച്ചു കളഞ്ഞു, ചിതറിപ്പോയി എന്നുള്ളതാണ് ചരിത്രം. നമ്മുടെ ഭവനങ്ങളിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് അവശേഷിക്കും. അവിടെ പെന്തിക്കോസ്തി പെരുന്നാളിലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലം ദൈവത്തിങ്കിലേക്ക് 3000-ഓളം പേര് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതുപോലെ ഭാഷകൾ ചിഹ്നിച്ചു കളയുന്നതിലല്ല, ഭാഷകൾ മനസ്സിലാകുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവരെ നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവികമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മ നിറവുണ്ടാകുമ്പോൾ ഭാഷകൾ ചിന്നിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഐക്യപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് ആയിത്തീരും എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ ഭവനങ്ങളും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ മൂർത്തിഭാവങ്ങളായി നല്ല അനുഭവങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും രണ്ടാമത്തെ ഒരു ചിന്ത കൂടെ പങ്കുവയ്ക്കുന്നു. നല്ല മനോഭാവങ്ങൾ പുലർത്തുവാനായിട്ട് ഇടയാകണം. എലിശ പ്രവാചകൻ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ബാല്യക്കാരൻ കാണുമ്പോൾ അവിടെ നിന്ന് ഈ തങ്ങളെ നശിപ്പിക്കുവാൻ വന്ന ജനതയ്ക്ക് അന്ധത പിടിപ്പിച്ച് അവിടെ നിന്ന് ശമരിയിൽ കൂട്ടിക്കൊണ്ടുപോയി രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവരെ നശിപ്പിക്കുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും എലിശ പ്രവാചകൻ രാജാവിനോട് പറയുന്നു, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാൻ്റെ അടുക്കലേക്ക് പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറയുക. നശിപ്പിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് അവരെ സ്വീകരിച്ച് അവർക്ക് വിരുന്നൊരുക്കി അവർ തിന്നുകുടിച്ച് അവരെ പറഞ്ഞയക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. ശത്രുക്കളോട് പോലും നല്ല മനോഭാവങ്ങൾ പുലർത്തുവാനാണ് ഇവിടെ എലിശ പ്രവാചകൻ്റെ ജീവിതശൈലി മൂലം നമ്മൾ കാണുക. നമ്മുടെ ജീവിതശൈലികളിലും പലപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നല്ല മനോഭാവങ്ങളല്ല എങ്കിൽ പലപ്പോഴും വൈരാഗ്യങ്ങളും വെറുപ്പുകളും ദേഷ്യങ്ങളുമൊക്കെ വർദ്ധിക്കുകയാണ് പലപ്പോഴും കാണുക. പലപ്പോഴും പലരെക്കുറിച്ച് നമ്മളുടെ വിലയിരുത്തലുകളൊക്കെ ദോഷകരമായിട്ട് അവശേഷിക്കുമ്പോൾ ശത്രുത വർദ്ധിക്കുന്ന തലങ്ങളിലേക്കാണ് ഞാനും നിങ്ങളുമൊക്കെ കണ്ടെത്തുക. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെൻറ്റ് ജെറോം രേഖപ്പെടുത്തുന്ന ഒരു ചിത്രമുണ്ട്. ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഒരുപോലെ
ഒരുമിച്ച് താമസിക്കുന്ന ഒരിടത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, മൃഗങ്ങളോടും കരുണ കാണിച്ചുകൊണ്ട് അവരെയും തങ്ങളുടെ ഇടമാക്കി നിർത്തുന്ന അനുഭവങ്ങളാണ് ആശ്രമങ്ങൾ എന്നുള്ളത് പഴയ നിയമചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ദൈവസ്നേഹിയായ ഈവാനിയോസ് തിരുമേനിയുടെ ചിത്രം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് ഓർക്കുന്നു. ഒരു പൂച്ചയെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. നമുക്കറിയാവുന്ന പോലെ അതേറാട് അന്തരീക്ഷത്തിൽ മൃഗങ്ങളും പക്ഷികളുമൊക്കെ സന്തോഷത്തോടെ വസിക്കുന്ന ഒരിടത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. കാലങ്ങൾക്കപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോഴും ഈ ആശ്രമങ്ങളിലൊക്കെയും സിംഹവും കടുവായും അതുപോലെ തന്നെ മറ്റ് പല ജീവികളും മൃഗങ്ങളുമൊക്കെ പക്ഷികളുമൊക്കെ ഒന്നിച്ച് മനുഷ്യനോടൊപ്പം താമസിക്കുന്ന ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം, അങ്ങനെയുള്ളൊരു ആശ്രമത്തെക്കുറിച്ചൊരു ചിത്രം പകർന്നു നൽകുന്നുണ്ട്. അവിടെ ഒരു സിംഹം കാട്ടിൽ നിന്ന് അതിൻ്റെ കയ്യിലൊക്കെ മുള്ളു തറച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ഈ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ആശ്രമത്തിലെ അംഗങ്ങളത് കണ്ടിട്ട് അതിൻ്റെ മുള്ളുകളൊക്കെ വലിച്ച് എടുത്ത് ഈ സിംഹവും അവിടുത്തെ അന്തേവാസിയായി തീർന്നതായിട്ടാണ് ആ കഥ പറയുക. ഇവിടെ അങ്ങനെ സിംഹം അവിടുത്തെ അന്തേവാസിയായി. അപ്പോൾ ഈ സിംഹത്തിനെ കൊണ്ട് എന്താണ് ഒരു ഉപകാരം? അതിനും എന്തെങ്കിലും ജോലി കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ കാട്ടിൽ വിറക് ശേഖരിക്കുവാനായിട്ട് പോകുന്ന കഴുതയോടൊപ്പം ഈ സിംഹത്തിനെ എസ്കോർട്ട് വിടാം, മറ്റുള്ള മൃഗങ്ങൾ ഇതിനെ ഉപദ്രവിക്കാതിരിക്കുവാൻ എന്ന് ചിന്തിച്ച് അങ്ങനെ സിംഹത്തിനെയും ഈ കഴുതയോടൊപ്പം കൂട്ടുന്നുണ്ട്. അങ്ങനെ വിറകുകളൊക്കെ കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടി ഈ സിംഹത്തിനെ എസ്കോർട്ടായിട്ട് വിട്ട് ഈ ആശ്രമത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പല ദിവസങ്ങളായിട്ട് ഇതൊരു പരിചയമായിട്ട് വളർന്ന് അങ്ങനെ പോവുകയാണ്. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സിംഹം തിരികെ ആശ്രമത്തിലേക്ക് വന്നു. പക്ഷേ കഴുത മടങ്ങി വന്നില്ല. അപ്പോൾ ഈ ആശ്രമത്തിലെ പലരും പറഞ്ഞു, ഈ സിംഹം ഈ കഴുതയെ വിശന്നിട്ട് കൊന്നു തിന്നിട്ടുണ്ടാകാം. അപ്പോൾ ആശ്രമത്തിൻ്റെ അധിപൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, നമ്മളൊരു കാര്യവും കണ്ടില്ല, നമ്മളങ്ങനെ വിലയിരുത്തുവാനായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അതിനവിടെ ഫുൾ സ്റ്റോപ്പിട്ട് അവിടെ നിർത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഴുത തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ്. ആശ്രമത്തിലേക്ക് വന്നപ്പോൾ ആശ്രമത്തിൻ്റെ അധിപൻ പറഞ്ഞ വാക്കുകൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമ്മുടെ മനോഭാവങ്ങൾ, വിലയിരുത്തലുകൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ കഴുത വഴിതെറ്റി മറ്റെവിടെയോ പോവുകയും സിംഹം തനിച്ചായി തിരികെ വരികയുമാണ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം. നമ്മുടെ വിലയിരുത്തലുകളിലും മനോഭാവങ്ങളിലും നമ്മുടെ വാക്കുകളിലും പലപ്പോഴും അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ അത് ദോഷകരമായിട്ട് ബാധിക്കുന്ന അനുഭവമാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നാവ് ഒരു വലിയ തീയാണ്. അത് ചെറിയ അവയവമാണെങ്കിലും വലിയ കാട് കത്തിക്കും. ഒരു തീ ചെറിയതാണെങ്കിലും അതൊരു കാടിനെ കത്തിക്കുവാൻ ശക്തമാണ്. ഇതുപോലെയാണ് നമ്മുടെ വാക്കുകൾ. അത് ശക്തമാണ്, പക്ഷേ അതൊരു കാടിനെ പോലും കത്തിക്കുന്നത് പോലെ പലപ്പോഴും പലരെയും നശിപ്പിച്ച് കളയുവാനുള്ള ഒരു തലമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് നാം ശക്തമായി സൂക്ഷിക്കണം. നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളും നമ്മുടെ വാക്കുകളും മിതത്വം പാലിക്കുവാനും അത് മറ്റുള്ളവരെ നശിപ്പിച്ചു കളയുവാനും ഇടയാകാത്തതാകണം എന്നുള്ള ഒരു സ്വയപരിശോധന എത്രയോ അത്യന്താപേക്ഷിതമാണ്. സക്കായിയെ കർത്താവ് വിളിക്കുന്ന ചിത്രം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം നമ്മളോട് സുവിശേഷിക്കുന്നു. സക്കായി കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് കാട്ടത്തിന്മേൽ കയറുന്ന സംഭവമാണ്. നമുക്കൊക്കെ അറിയാം, സക്കായിയെ ജനം വെറുത്തതാണ്. കാരണം ടാക്സ് കളക്ടറാണ്, നല്ലൊരു കളക്ടറൊക്കെയാണ്, അധികാരത്തിൻ്റെ നല്ല ഉത്തരവാദിത്വങ്ങളും
അതോടൊപ്പം തന്നെ നല്ല പവറുമൊക്കെയുള്ള ജോലിയിലാണ് സക്കായി. പക്ഷേ എല്ലാവർക്കും വെറുപ്പാണ്. കാരണം അർഹിക്കുന്നതിനപ്പുറമായിട്ടാണ് എല്ലാവരിൽ നിന്നും വാങ്ങുക. അതുകൊണ്ട് എപ്പോൾ കണ്ടാലും സക്കായിയെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ വളരെ ഉപദ്രവകരമായി കാണുവാനായിട്ട് മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ യേശു ക്രിസ്തു ചെയ്തതെന്താ? അവനെ കണ്ടപ്പോൾ അവിടെ നിന്നിട്ട്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം എന്ന് പറയുകയാണ്. എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ സക്കായിയെ വിളിച്ച് ഒരു വിധിന്യായം പറയും, അവനെ പുറത്താക്കും, അല്ലെങ്കിൽ ദേഷ്യത്തോടെ പറയും നീ വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെയെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുത്തേക്കാം എന്നൊക്കെ പറയും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ ക്രിസ്തു അവനെ കണ്ടപ്പോൾ വിളിച്ചവനോട് പറഞ്ഞു, ഇന്നെനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. ഇതാ പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ ക്രിസ്തു താമസിക്കാൻ പോകുന്ന ചിത്രമാണ്. കരുണയോടെ അവനെ കാണുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ രൂപപ്പെടുത്തിയെടുക്കുക. ആ കരുണയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അവൻ പറഞ്ഞു, ഞാൻ വാങ്ങിയതിൻ്റെ 4 ഇരട്ടി തിരിച്ചു കൊടുത്തേക്കാം. ആരോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കാം, എല്ലാം കൊടുത്തേക്കാം, പകരം കൊടുത്തേക്കാം എന്ന് പറയുന്ന ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറയുന്ന, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ വന്ന മനുഷ്യപുത്രൻ്റെ ചിത്രമാണ് അവിടെ കാണുക. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ്. നമ്മുടെ കുറവുകളെയും നമ്മുടെ അനുഭവങ്ങളെയും ഒക്കെ ദൈവത്തിന് നന്നായി അറിയാം. അവൻ കരുണാമയനായി നമ്മളെ നേർപാതയിൽ നയിക്കുവാനായിട്ട് ശക്തനാണെന്നുള്ളൊരു ബോധ്യം കൂടിയാണ്. പക്ഷെ നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ പലപ്പോഴും വ്യത്യസ്തമാകുമ്പോൾ ജീവിതം കുഴിയിലേക്ക് വീണു പോവുകയാണ്. നമുക്ക് 2 കണ്ണുകളുണ്ട്. പക്ഷേ 2 കണ്ണുകളിൽ കൂടെ കാണുന്ന കാഴ്ച ഒന്നാണ്. ഒരാളെയാണ് നമ്മൾ കാണുക 2 കണ്ണിൽ കൂടെ. ഈ ഒരാളിനെ 2 കണ്ണുകൊണ്ടും 2ആയി കണ്ടാൽ എന്താ അവസ്ഥ? ശരിയായ കാഴ്ചയിൽ നമുക്ക് നടക്കാൻ സാധിക്കുകയില്ല, നമുക്കൊന്നും വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. പക്ഷേ സയൻസ് പറയുന്ന പോലെ ഒരാളുടെ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ പതിച്ച് അതിനെ തലകീഴായിട്ട് നമ്മൾ കണ്ട് നമ്മുടെ തലച്ചോറ് അതിന്ന ആളാണെന്ന് നമ്മളോട് ബോധ്യം തരികയാണ്. അത്ര അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കും. അപ്പോൾ 2 കണ്ണിൽ നിന്ന് 2 കാഴ്ചയല്ല നമുക്കുണ്ടാകേണ്ടത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു കാഴ്ചപ്പാടും ഒരു മനോഭാവവും നന്മയുടെ ഭാവങ്ങളൊക്കെ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. പക്ഷേ നമ്മുടെ ജീവിതശൈലി കൊണ്ടോ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടോ നമ്മൾ പലപ്പോഴും നെഗറ്റീവുകളെ മാത്രം വിലയിരുത്തുന്ന ഒരനുഭവമാണ് ഉണ്ടാവുക. പ്രളയം അവസാനിച്ചുവെന്നറിയുവാൻ നോഹ ഒരു മലങ്കാക്കയെയും ഒരു പ്രാവിനെയും പുറത്തുവിടുന്നുണ്ട്. പ്രളയം അവസാനിച്ചു, മഴയൊക്കെ തോർന്നു, കാക്കയെ വെളിയിലേക്ക് വിട്ടു. കാക്ക എന്ത് കണ്ടു? ശവശരീരങ്ങൾ കിടക്കുന്നു, എല്ലാം ചീഞ്ഞളഞ്ഞ് കിടക്കുന്നു, വൃത്തികേടായി കിടക്കുന്നു. അപ്പം കാക്ക കണ്ട കാഴ്ചകൾ വൃത്തിഹീനമായ ഒത്തിരി അന്തരീക്ഷങ്ങളെയൊക്കെയാണ് കാക്ക കാണുക. അത് തിരിച്ചു വന്നതായിട്ടും പറയുന്നില്ല. പ്രാവിനെ വിട്ടു, എന്ത് സംഭവിച്ചു? പ്രാവ് കാൽവെപ്പാൻ സ്ഥലമില്ലായതുകൊണ്ട് ഒരു ഒലിവിലയൊക്കെ എടുത്തുകൊണ്ട് നോഹയുടെ അടുക്കലേക്ക് വന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രാവ് കണ്ട കാഴ്ച ഒലിവിലയുടേതായ മനോഹരമായ അരുവികളുടെയൊക്കെ ഒരു കാഴ്ചകളായിരുന്നുവെങ്കിൽ കാക്ക കണ്ടത് ചീഞ്ഞളഞ്ഞ അനുഭവമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പുതിയ പ്രതീക്ഷകളും പുതിയ പ്രത്യാശകളുമാണ് നാം കാണേണ്ടത്. എപ്പോഴും നിരാശകളുടെ ഭാവങ്ങളായിരിക്കരുത് കാണേണ്ടത്. ഒരേ കുറ്റത്തിന് ജയിലിലിട്ട 2 മനുഷ്യരുടെ ജീവിതത്തെ ഒരു ചിത്രകാരൻ വരച്ചു വയ്ക്കുന്നുണ്ട്. ജയിലിൻ്റെ സെല്ലിനുള്ളിൽ 2 പേര് കിടക്കുകയാണ്. ശക്തമായ മഴയൊക്കെ പുറത്തു പെയ്തു, മുറ്റമൊക്കെ വൃത്തികേടായി കിടക്കുന്നു, ഇലകളൊക്കെ ഉണ്ട്, ചെളി പിടിച്ച് കിടന്ന മുറ്റമുണ്ട്. അപ്പോൾ ജയിലിൽ കിടന്ന ഒരാൾ കണ്ടത് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ചെളി നിറഞ്ഞ മുറ്റമാണ്. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ജീവിതവും ഇതുപോലെയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല, ഞാൻ ഈ സെല്ലിൽ തന്നെ കിടക്കുകയുള്ളൂ, എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവുമില്ല എന്ന്
അദ്ദേഹം ചിന്തിക്കുകയാണ്. രണ്ടാമത്തെ ആള് ഈ സെല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ തെളിഞ്ഞ ആകാശം കാണുകയാണ്. സന്ധ്യയായി വരുന്നുണ്ട്, നക്ഷത്രങ്ങൾ മിന്നാൻ തുടങ്ങുന്നുണ്ട്, ചന്ദ്രൻ പ്രകാശിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്ധകാരത്തിൻ്റെ ഒരു ഭാവങ്ങളൊക്കെ മാറി ഒരു പുതിയ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം കാണുകയാണ്. തെളിഞ്ഞ ആകാശത്തെക്കുറിച്ച് ചിന്തിച്ച അദ്ദേഹം തൻ്റെ ജീവിതത്തെ അതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം ഇതുപോലെ ആയിത്തീരും. എനിക്ക് ഈ സെല്ലിൽ നിന്ന് പുറത്ത് കടക്കുവാൻ സാധിക്കും. എനിക്കൊരു നല്ല കാലം ഉണ്ടാകും. എനിക്ക് നന്നായി ജീവിക്കുവാൻ മുന്നോട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യൻ പിന്നീട് പുറത്തു വന്നുവെന്നും നന്നായി ജീവിച്ചുവെന്നൊക്കെ ജീവിത രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം കാണുന്ന മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാറുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നുള്ളത് നമ്മൾ കേട്ടു വളർന്നതായ ചിന്തകളാണ്. നാം രൂപപ്പെടുത്തിയെടുക്കുന്ന മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നല്ല അർത്ഥത്തിൽ, നല്ല അനുഭവങ്ങളിൽ, നല്ല വഴികളിൽ നയിക്കാറുണ്ട്. ആയതുകൊണ്ട് നല്ല ചിന്തകളും നല്ല ആശയങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും പകരുന്ന അനുഭവങ്ങളും നമ്മളെ മുന്നോട്ട് നടത്തട്ടെ. അവിടെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമുള്ളതാകും, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്നതാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സക്കായിയെക്കുറിച്ച് ഒരു ചിന്തകൻ എഴുതി വച്ചിരിക്കുന്നത്, അവൻ കവർച്ചക്കാരൻ്റെ അനുഭവത്തിൽ നിന്ന് കാഴ്ചക്കാരൻ്റെ അനുഭവങ്ങളിലേക്ക് മാറി. കവർച്ചക്കാരെന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കുന്നവനെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരിൽ നിന്ന് ടാക്സുകൾ അനധികൃതമായിട്ട് പിടിച്ചു പറിച്ചപ്പോൾ എല്ലാവരും അവനെ കണ്ടതും എന്തായിട്ടാണ്? ഒരു കവർച്ചക്കാരനെ പോലെയാണ്. ഒരു കവർച്ചക്കാരനെ പോലെയാണ് അവനെ കണ്ടത്. പക്ഷേ അവൻ്റെ ജീവിതശൈലി മാറിക്കഴിഞ്ഞപ്പോൾ, അവൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ, അവനൊരു കാഴ്ചക്കാരനായി മാറിയപ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ രൂപാന്തരത്തിലൂടെ വേറൊരവസ്ഥയിലേക്കായി. അപ്പോൾ കവർച്ചക്കാരൻ നിലയിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ കാഴ്ചക്കാരനായി മാറിയെങ്കിൽ, ആ കാഴ്ചക്കാരിൽ നിന്ന് അവൻ അടുത്ത സ്ത്രീയിലേക്ക് മാറി, അവൻ കാവൽക്കാരനായി മാറി എന്നുള്ളതാണ്. അവൻ കാവൽക്കാരനായത് എങ്ങനെ? ഞാൻ അനധികൃതമായി വാങ്ങിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന, എൻ്റെ സഹോദരനെ കൂടെ കരുതുന്ന മനോഭാവത്തിലേക്ക് സക്കായി ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു രൂപപ്പെടുത്തിയെടുക്കലിൻ്റെ, രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുക. നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മോട് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട. ഈ വാക്കുകളൊക്കെ നമ്മുടെ മുമ്പാകെ. പക്ഷെ അവനെ കണ്ടുകൊണ്ട് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു കാവൽക്കാരനായി മാറുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എലിശ പ്രവാചകൻ പോലും തൻ്റെ ശത്രു രാജ്യത്തിനോട് കാവൽക്കാരനായിട്ടാണ് ഇടപെടുക. അരാം രാജാവിൻ്റെ സൈന്യത്തെ വേണമെങ്കിൽ നശിപ്പിച്ച് കളയാമായിരുന്നു. പക്ഷേ എലിശാവിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ രാജ്യത്തിലെ രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് വിരുന്നൊരുക്കി അവരെ അയക്കുന്ന മനോഭാവമാണ് നമ്മൾ കണ്ടുമുട്ടുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നല്ല കാഴ്ചയുള്ളവരായി, നല്ല മനോഭാവങ്ങളുള്ളവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. അവിടെയാണ് ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്കൊക്കെയും അർത്ഥമുണ്ടാവുക. ഒരറിവിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. ഈ നാളുകൾ നമുക്കൊരു ഉൾവെളിച്ചമാണല്ലോ ഉണ്ടാകേണ്ടത്. ഉള്ളിലേക്ക് നോക്കുവാനും
അതിൽ കൂടെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ഒരു പുതിയ നക്ഷത്രങ്ങളുടെ ശോഭ പോലെ നമുക്ക് ശോഭിക്കുവാനും സാധിക്കണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പരിശുദ്ധനായ പരമന തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഞാനും നിങ്ങളുമൊക്കെ അഭയം പ്രാപിക്കുമ്പോൾ, അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോൾ, പരിശുദ്ധൻ കാണിച്ചു വന്ന നന്മയുടെ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചേർത്ത് വയ്ക്കാം. ഞാൻ വാക്കുകളുടെ അവസാനത്തിലേക്ക് വരികയാണ്. നാം കണ്ടതായ ഒന്ന് രണ്ട് ചിന്തകൾ, എലിശാ പ്രവാചകൻ്റെ ചുറ്റും വലിയ സൈന്യം, ദൈവത്തിൻ്റെ സൈന്യം എലിശാ പ്രവാചകനെയും ബാല്യക്കാരനെയും ഒക്കെ സംരക്ഷിക്കുവാനുള്ളതുപോലെ നമ്മുടെ ചുറ്റും ദൈവത്തിൻ്റെ സൈന്യം ഉണ്ടാകും. ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. തിരസ്കരിക്കേണ്ടതായ തിന്മയുടെ ഭാവങ്ങളെ തിരസ്കരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. രണ്ടാമതായി, നല്ല മനോഭാവങ്ങൾ പുലർത്തുന്നവരായി, നല്ല വാക്കുകളും നല്ല ചിന്തകളും നല്ല കാഴ്ചകളും നല്ല കേൾവികളുമൊക്കെ ഉള്ളവരായി നമുക്ക് തീരുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്തുവാനായിട്ട് ഇടയാവുക. ആ ഒരു അനുഭവത്തിൽ നമുക്ക് ചെന്നു ചേരുവാൻ ഇടയാകട്ടെ. സ്വർഗീയ കനാനിലേക്ക് നമ്മുടെ വഴികൾ തുറക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും, ഒരു പുനർവിചിന്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതായ ബഹുമാനപ്പെട്ട കെ വി പോൾ റമ്പാശൻ, ഈ സെമിനാരുടെ ചുമതലക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഉള്ളതായ സ്നേഹവും നന്ദിയും അറിയിച്ച് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.